ഇദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ? ബലിയറുക്കാൻ വിധിക്കപ്പെട്ട ബലിമൃഗമായിരുന്നല്ലോ ഇദ്ദേഹം. അതോർത്തപ്പോൾ ആമിനയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആ കഥ മക്കയിലെങ്ങും പാട്ടാണ്. അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച. ഒരു മകനെ ബലി കൊടുക്കാനായിരുന്നു നേർച്ച. നറുക്കെടുത്തപ്പോൾ അബ്ദുല്ലയുടെ പേര് കിട്ടി. അങ്ങനെ അബ്ദുല്ല ബലിയറുക്കപ്പെട്ടിരുന്നെങ്കിൽ ബലിയുടെ ദിവസം എന്തൊരു വെപ്രാളമായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും തിങ്ങി നിറഞ്ഞു. എത്രയോ പെണ്ണുങ്ങൾ അബ്ദുല്ലയ്ക്ക് വേണ്ടി ഖൽബുരുകി പ്രാർത്ഥിച്ചു. അബ്ദുല്ല രക്ഷപ്പെടണേ എന്നാശിച്ചു. താനും അബ്ദുല്ലയ്ക്ക് വേണ്ടി തേടിയില്ലേ? ആമിന ഓർത്തു. നേർച്ചയുടെ കഥ അതൊരു വലിയ കഥയാണ്. സംസം കിണർ മൂടപ്പെട്ടു പോയിരുന്നു. കുറേ വർഷങ്ങൾ കടന്നുപോയി. സംസം കിണർ എവിടെയായിരുന്നു എന്നുപോലും ആർക്കും അറിയില്ല. അബ്ദുൽ മുത്വലിബ് 3 ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടു. ബലിയെറുക്കുന്ന ബിംബത്തിന് താഴെ കുഴിക്കാൻ സ്വപ്നത്തിൽ കൽപ്പന കിട്ടി. അന്ന് അബ്ദുൽ മുത്വലിബിന് ഒറ്റ മകനേയുള്ളൂ, ഹാരിസ്. ബാപ്പയും മകനും കൂടി ബിംബത്തിന് താഴെ കുഴിക്കുവാൻ തുടങ്ങി. ഖുറൈശികൾ സമ്മതിച്ചില്ല. അവർ തടുത്തു, ബലം പ്രയോഗിച്ചു. അബ്ദുൽ മുത്വലിബിന് കോപം വന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് 10 പുത്രന്മാർ ജനിച്ചാൽ ഒന്നിനെ ഞാൻ ബലിയെറുക്കും. ഖുറൈശികൾ നടുങ്ങിപ്പോയി. അവർ പിൻവാങ്ങി. നിലം കണിലം കുഴിച്ചു. സംസം കിണർ കണ്ടെത്തി. സംസം വെള്ളം കിട്ടി. നോക്കൂ, അല്ലാഹു അബ്ദുൽ മുത്വലിബിന് നൽകിയ അനുഗ്രഹം. ഇന്നും സംസം നിലനിൽക്കുന്നു. അബ്ദുൽ മുത്വലിബ് പല വിവാഹങ്ങൾ നടത്തി. 10 പുത്രന്മാരുണ്ടായി. അപ്പോഴാണ് നേർച്ചയുടെ കാര്യം ഓർമ്മ വന്നത്. ബലിയെറുക്കണം. ഏതു പുത്രനെ അറുക്കണം? അവർ നറുക്കിട്ടു. അബ്ദുല്ലയ്ക്കാണ് നറുക്ക് വീണത്. അബ്ദുല്ലയെ അറുക്കുവാൻ തീർപ്പായി. ജനങ്ങൾ പ്രതിഷേധിച്ചു. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ബലി നടത്തുകയോ? എന്തൊരു ക്രൂരത! ഇനി എന്തു ചെയ്യും? നേർച്ച വീട്ടാതിരിക്കാൻ പറ്റുമോ? പലരും ഇടപെട്ടു, ചർച്ച ചെയ്തു. ഒരു തീരുമാനത്തിലെത്തി. 10 ഒട്ടകത്തിന് ഒരു നറുക്ക്, അബ്ദുല്ലയ്ക്ക് ഒരു നറുക്ക്. എന്നിട്ട് നറുക്കെടുക്കുക. 10 തവണ മാത്രമേ നറുക്കെടുക്കാവൂ. 10 നറുക്കും അബ്ദുല്ലയ്ക്ക് വീണാൽ രക്ഷയില്ല. അബ്ദുല്ലയെ ബലി കൊടുക്കണം. 10-ൽ ഏതെങ്കിലും ഒന്ന് ഒട്ടകങ്ങൾക്ക് വീണാൽ അബ്ദുല്ല രക്ഷപ്പെടും. ഒട്ടകത്തിന് വീണാൽ ഓരോ നറുക്കിനും 10 ഒട്ടകങ്ങളെ ബലിയെറുക്കണം. നറുക്കെടുപ്പ് തുടങ്ങി. ആദ്യത്തെ എല്ലാം അബ്ദുല്ലയുടെ പേരിൽ. 8ഉം 9ഉം നറുക്കെടുത്തപ്പോൾ നിർഭാഗ്യം അബ്ദുല്ലയ്ക്ക് തന്നെ. 90 ഒട്ടകങ്ങൾ ബലിമൃഗങ്ങളായി. ജനം ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തുനിന്നു. 10ാമതു നറുക്ക്. ഇതും അബ്ദുല്ലയ്ക്ക് വീണാൽ മക്കയുടെ പ്രിയപ്പെട്ട പുത്രൻ ബലിയെറുക്കപ്പെടും. 10ാം നറുക്ക് വീണു. ഒട്ടകങ്ങൾക്ക്. ആഹ്ലാദം അണപൊട്ടി. അബ്ദുല്ല രക്ഷപ്പെട്ടു. 100 ഒട്ടകങ്ങൾ ബലിക്കല്ലിൽ കയറി. 100 ഒട്ടകങ്ങളെ ബലി കൊടുത്തു രക്ഷപ്പെടുത്തിയെടുത്ത ജീവൻ. ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, തൻ്റെ പുതുമാരൻ. ആ കഥകൾ ഓർത്തപ്പോൾ ആമിനയുടെ കൽബകം സ്നേഹം കൊണ്ടു നിറഞ്ഞു. 3 ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. നാളെ നവദമ്പതികൾ യാത്ര തിരിക്കുകയാണ് പുതിയാപ്പിളയുടെ വീട്ടിലേക്ക്. അബ്ദുൽ മുത്വലിബും മറ്റു ബന്ധുക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മകനെയും ഭാര്യയെയും കാണാൻ. ഖബീലക്കാർക്ക് അതിനും ചില ചടങ്ങുകളൊക്കെയുണ്ട്. നവദമ്പതികളും ബന്ധുക്കളും അബ്ദുൽ മുത്വലിബിന്റെ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ ഹൃദ്യമായ സ്വീകരണം, വലിയ സൽക്കാരം. ബന്ധുക്കളൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അവർ ആമിനയോട് സംസാരിച്ചു. എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെട്ടു. എന്തു നല്ല പെൺകുട്ടി! മുത്തുലിബ് എന്ന വലിയ നേതാവിനെ ആമിന അടുത്തറിയുന്നു. എന്തെല്ലാം സംഭവങ്ങൾക്കു സാക്ഷ്യം വഹിച്ച ആളാണ്. എപ്പോഴും വീട്ടിൽ തിരക്കാണ്. പലരും കാണാൻ വരുന്നു. പലർക്കും പല ആവശ്യങ്ങൾ. നേതാവിന് ആരുടെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആമിന ഭർത്തൃവീട്ടിലെ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നു. ആ വീട്ടിൽ ആമിന വളരെ സന്തോഷവതിയായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കമന്റ് ചെയ്യണേ. തുടരും ഇൻഷാ അല്ലാഹ്.